പ്രേമത്തിലെ മലർമിസ്സായി വന്ന മലയാളികളുടെയും പിന്നീട് തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ആകെ ഹൃദയം കീഴടക്കിയ നടിയാണ് സായി പല്ലവി. ഒരൊറ്റ സിനിമയിലൂടെ ഇത്രയധികം ആരാധകരെ നേടിയെടുത്ത മറ്റൊരു നായിക തെന്നിന്ത്യൻ സിനിമയിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നതുപോലും സംശയമാണ്. ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള നായികമാരിൽ ഒരാളാണ് സായി പല്ലവി. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ കൈ നിറയെ അവസരങ്ങളുമായി തിളങ്ങി നിൽക്കുകയാണ് താരം. സിനിമകൾക്ക് പുറമെ തൻ്റെ വ്യക്തിത്വം കൊണ്ടും വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള താരമാണ്. വലിയ നായികയാണെങ്കിലും വളരെ സാധാരണ രീതിയിൽ വസ്ത്രം ധരിച്ചാണ് സായിയെ പൊതുവേദികളിൽ കാണുക. സിനിമ പാർട്ടികളിൽ താരത്തെ കാണാനും സാധിക്കില്ല. സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും വളരെ സെലക്റ്റീവാണ് താരം. തനിക്ക് ചേരുന്നതും അഭിനയ പ്രാധാന്യമുള്ളതുമായ കഥാപാത്രങ്ങൾ മാത്രമാണ് നടി തിരഞ്ഞെടുക്കാറുള്ളത്. മാത്രമല്ല, സിനിമ ഏറ്റെടുക്കണമെങ്കിൽ കർശനമായ പല നിബന്ധനകളും നടി മുന്നോട്ട് വയ്ക്കാറുണ്ട്. സൂപ്പർ സ്റ്റാർ ചിത്രമാണെങ്കിലും ഇക്കാര്യത്തിൽ നടി വിട്ടുവീഴ്ച ചെയ്യില്ല. ഇൻറ്റിമേറ്റ് രംഗങ്ങളോടും നോ പറയുന്ന നടിയാണ് സായി. ഗ്ലാമറസായ വസ്ത്രങ്ങൾ ധരിക്കാനും താരം താല്പര്യപ്പെടുന്നില്ല. അതിനാൽ തന്നെ 8 വർഷത്തെ കരിയറിൽ സായി പല്ലവി വേണ്ടെന്ന് വെച്ച സിനിമകൾ നിരവധിയാണ്. ഈ അടുത്ത് തമിഴിൽ നിന്ന് മാത്രം 2 അവസരങ്ങളാണ് ഇത്തരത്തിൽ സായി പല്ലവി വേണ്ടെന്ന് വെച്ചത്. അത് രണ്ടും സൂപ്പർ താര ചിത്രങ്ങൾ ആയിരുന്നുവെന്നതാണ് പ്രത്യേകത. തല അജിത് കുമാർ നായകനായ തുനിവും ദളപതി വിജയ് നായകനായ ലിയോയുമാണ് ഈ ചിത്രങ്ങൾ. ഈ വർഷം പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് തുനിവ്. ഏകദേശം 600 കോടിയോളം രൂപ കളക്ഷൻ നേടിയ ചിത്രത്തിൽ സംവിധായകൻ എച്ച് വിനോദ് നായികയായി ആദ്യം വിളിച്ചത് സായി പല്ലവിയായിരുന്നു. എന്നാൽ കഥ കേട്ട് തൻ്റെ കഥാപാത്രം അപ്രധാനമെന്ന് തോന്നിയതിനാൽ സായി പല്ലവി ആ ഓഫർ നിരസിക്കുകയായിരുന്നു. പിന്നീടാണ് മഞ്ജു വാര്യരെ ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത്. മഞ്ജു നായികയായതോടെ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ചിത്രം ഒരുക്കിയത്. തുനിവിന് ശേഷമാണ് സായി പല്ലവിക്ക് ലിയോയിൽ നിന്നും ഓഫർ ലഭിച്ചത്. വിജയുടെ നായികയായി എത്തിയ തൃഷയുടെ സത്യ എന്ന കഥാപാത്രത്തിലേക്കാണ് സായി പല്ലവിയെ വിളിച്ചത്. കോടികൾ പ്രതിഫലമായി വാഗ്ദാനം ചെയ്തെങ്കിലും മറ്റു ചില കാരണങ്ങൾ പറഞ്ഞ് സായി പല്ലവി ചിത്രത്തിൽ നിന്നും ഒഴിവായി എന്നാണ് വിവരം. അതിനുശേഷമാണ് ആ അവസരം തൃഷയിലേക്ക് എത്തിയത്. അതോടെ 14 വർഷങ്ങൾക്ക് ശേഷമുള്ള തൃഷ വിജയ് കോംബോയുടെ തിരിച്ചുവരവായി ചിത്രം മാറി. നിലവിൽ SK21 എന്ന ചിത്രത്തിലാണ് സായി പല്ലവി അഭിനയിക്കുന്നത്. ശിവകാർത്തികേയനെ നായകനാക്കി രാജ്കുമാർ പെരിയസാമി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. കമൽഹാസനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇതുകൂടാതെ തെലുങ്കിൽ നാഗാർജുന നായകനാകുന്ന താണ്ടൽ എന്ന സിനിമയും സായി പല്ലവിയുടേതായി അണിയറയിലുണ്ട്. അതിനിടെ ബോളിവുഡിലേക്കും ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് താരം. അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാനൊപ്പമാണ് നടി ആദ്യ ബോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.